ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇങ്ങനെ അനുമോൾ പറയുന്നുണ്ട്, അതായത് ഞാൻ അനുമോൾക്ക് ഈ ഒരു വീക്കിൽ എവിക്റ്റായി പോയാൽ മതി, അനുമോൾക്ക് ഇപ്പം മടുത്തു, അനുമോൾക്ക് ഇനി അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ കുറച്ച് റീസൺസും ഒക്കെ ഈ എപ്പിസോഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അനുമോളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും നമ്മുടെ അനീഷേട്ടനാണ്. സോ എന്തായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇവിടെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് കണ്ടായിരുന്നു, ആദില, നൂറ ആൻഡ് അനുമോൾ. ആ ഒരു ഫ്രണ്ട്ഷിപ്പിനുള്ളൊരു കോട്ടമാണ്. അതുപോലെ തന്നെ അനുമോൾ അവിടെ ഒരു ഒറ്റപ്പെട്ടൊരു ഫീലിങ്സ് ആണ് നമുക്ക് കാണുന്നത്. അനുമോൾ ഇപ്പോൾ ഹൗസിൽ നല്ല രീതിക്ക് തന്നെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതാകാം ഇനി അനുമോൾക്ക് ഇങ്ങനെയുള്ള ഒരു ചിന്തയിലേക്കുള്ളൊരു കാര്യമെന്ന് പറയാം. സോ അതുപോലെ തന്നെ നെവിനും സാബുവും തമ്മിലുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ എന്തായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് അനുമോളുടെ ഒരു ക്യാരക്ടർ അറിയാം. അതായത് പുള്ളിക്കാരിക്ക് ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും വാട്ട് എവർ അനുമോൾ ചെയ്ത് കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്രണ്ട് ആണെങ്കിൽ അനുമോൾ ഓഫ് കോഴ്സ് അവരെ നല്ല രീതിയിൽ ഫ്രണ്ടായിട്ട് കൂട്ടും. എന്നാൽ ആദിലയും നൂറയിലെ ആദില ഒരിക്കലും ആ ഒരു ക്യാരക്ടർ അല്ല. ഇപ്പം ആരുടെ ഒരു തെറ്റാണെങ്കിലും അത് ചൂണ്ടിക്കാണിക്കും. ആസ് എ ഫ്രണ്ട് ദാറ്റ്സ് റൈറ്റ്, ബട്ട് പുള്ളിക്കാരി ചൂണ്ടിക്കാണിക്കുന്നത് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ നിന്നിട്ടാണ്. സോ അത് ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മളിപ്പോൾ ഈ രണ്ട് ടീംസിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും രണ്ടു പേർക്കും നല്ല രീതിയിൽ തന്നെ നെഗറ്റീവ്സും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ ആദിലയ്ക്കും നൂറയ്ക്കും അവർ നേരത്തെ നേരത്തെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവം വീണ്ടും ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞു. ആൻഡ് ആദില, നൂറ ഇതുവരെയ്ക്കും അവരങ്ങനെ കരഞ്ഞു അങ്ങനത്തെ രീതിയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സോ ആ ഒരു സാധനം ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ എപ്പിസോഡിൽ. ദെൻ നമ്മുടെ നെവിനും സാബുമോനും തമ്മിലുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സാബുമോന് നല്ല രീതിക്ക് തന്നെ നെവിൻ്റെ അടുത്ത് ദേഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. എന്നിങ്ങനെ അവന് അടിക്കുന്ന പോലെ കുത്തുന്ന പോലെയൊക്കെ പുള്ളി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അത് ഹൗസിൽ വെച്ചിട്ട് പറ്റില്ലല്ലോ. സോ സാബുമോൻ നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നീ വെളിയിലേക്ക് വരുമ്പോൾ വെച്ചിട്ടുണ്ടെന്നുള്ള സംഭവമൊക്കെ പറയുന്നുണ്ട്. സോ എന്തായാലും ആ ഒരു സംഭവം കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. നെവിൻ ആൻഡ് സാബുമോൻ്റെ ഒരു അടിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് അവിടുത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും അതിനുശേഷമാണ് നമ്മുടെ മെയിൻ കണ്ടന്റ് ഇന്ന് നടക്കുന്നത് കിച്ചണിലാണ്. അപ്പോൾ കിച്ചണിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളാണ് ചോറും കുറച്ച് പയർ തോരനും പിന്നെ കുറച്ച് മുട്ടയുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വിളമ്പുന്ന സമയത്ത് ആദില വന്നിട്ട് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്തായാലും വിളമ്പിക്കോ, നീ പോയിട്ട് മുട്ട പൊരിക്ക്, ഞാൻ വിളമ്പാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ അവിടെ മെയിനായിട്ട് അടി ഉണ്ടാവാനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ കുറച്ച് പയർ എല്ലാവർക്കും ഈക്വൽ. അനുമോളുടെ ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ഉണ്ടാക്കണം, അനുമോൾ കൊടുക്കണം. അനുമോൾ കൊടുക്കുന്ന സാധനം ആര് വീണ്ടും ചോദിക്കാതെ, അല്ലെങ്കിൽ അനുമോൾ കൊടുത്തത് അത് എത്രയാണോ അത് കഴിച്ചിട്ട് അവിടെ മിണ്ടാണ്ടിരുന്നോണം. ബാക്കി വിശക്കുവാണെങ്കിൽ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് അവരവിടെ സ്വസ്ഥമായിട്ടിരിക്കണമെന്നുള്ളൊരു രീതിയാണ് അനുമോൾക്കുള്ളത്. അപ്പോൾ പക്ഷേ എന്താണ്, ഇപ്പം കുറച്ച് അരിയും ചോറ് മിച്ചം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കറിയും മിച്ചം വരുന്നുണ്ട്. അപ്പോൾ ഈ കറി കളയണ്ട. അപ്പോൾ സാബുമാനൊക്കെ ആണെങ്കിൽ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചോറ് കുറച്ച് കഴിച്ചിട്ട് ബാക്കി കൂടുതൽ കറി കഴിക്കുന്നത്. അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, എനിക്ക് കുറച്ചുകൂടെ കറി താ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ കറി വേസ്റ്റ് ആക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നതെന്നുള്ള അപ്പോൾ അതിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വിളമ്പാ, നീ പോയി മുട്ട. അപ്പം പുള്ളിക്കാരി അനുമോൾ പറയുന്നത്, ഞാൻ ഇത്ര ഉണ്ടാക്കി ഞാൻ വിളമ്പിയിട്ട് ചെയ്തോളാം, എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണെന്നുള്ള രീതിയിൽ പറയണം. അപ്പം അങ്ങനെ ഇവർ തമ്മിലൊരു പിടിവലിയാണ് അവിടെ ഫുഡിന് വേണ്ടി. ആക്ച്വലി ഈ ഒരു സീസണാണ് ഫുഡിൻ്റെയും അതുപോലെ തന്നെ കൂടുതലും കുൽസിതത്തിൻ്റെ കാര്യത്തിലൊക്കെയാണ് ഈ ഒരു സീസൺ ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്നത് പോലും. ഇപ്പോൾ ഈ ഒരു എൻഡ് ഓഫ് ദിസ് എപ്പിസോഡ് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം ആയപ്പോഴത്തേക്കാണ് നമുക്ക് ഒരു ലവ് ട്രാക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വന്നിട്ട് അനീഷ് എപ്പോഴും വന്നിട്ട് അനുമോളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ അങ്ങനെ അവിടെ കിടന്ന് കറിക്ക് വേണ്ടിയിട്ട് അടിയും വലിയുമാണ്. അപ്പോൾ സാബുമോൻ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നത്, എനിക്ക് ഇച്ചിരി ആക്ച്വലി കുറച്ച് കൂടുതലാണ് പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഫുഡ് മിച്ചം വന്നത് നമ്മുടെ നെവിനും അക്ബറിനും. നെവിന് ഭയങ്കര സന്തോഷം. നെവിന് ഈ ഫുഡ് മിച്ചം വന്നത്, അതായത് ഈ റൈസ് മിച്ചം വന്നത് ക്യാമറയെ കൊണ്ട് കാണിക്കുന്നു. കണ്ടില്ലേ? കാരണം കഴിഞ്ഞ ദിവസം അനുമോൾ വന്നിട്ട് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ കുറച്ച് റൈസ് എടുത്തുകൊണ്ട് വന്ന് കാണിക്കുന്നുണ്ട്, ഇത് മിച്ചം വന്നത്. അപ്പോൾ കണ്ടില്ലേ അനുമോൾ കളയുന്നതെന്നൊക്കെ. പക്ഷേ അവസാനം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു മീറ്റിംഗ് ഒക്കെ കൂടുന്നുണ്ട്. ആ ഒരു സമയത്ത് മനസ്സിലാവുന്നുണ്ട് ആദിലയാണ് ഇന്ന് റൈസ് ഉണ്ടാക്കിയതെന്നും. അപ്പം കറി അനുമോൾ ബാക്കി വെക്കാനായിട്ടുള്ളൊരു റീസൺ എന്താണെന്ന് അനുമോൾ പറയുന്നതെന്ന് വെച്ചാൽ, കുറച്ച് അരി ബാക്കിയുണ്ട്, അപ്പോൾ അത് കഴിക്കുന്ന ആൾക്കാർക്ക് അത് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ കൂടുതലായിട്ട് കറി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ബാക്കി വെച്ചതെന്നുള്ള രീതിയിൽ അനുമോൾ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ കിടന്നു ഭയങ്കര അഴക്ക്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, സാബുമോൻ ഓൾറെഡി കറി കൊടുത്തതാണ്, മുഖത്ത് നോക്കുന്നില്ല, കൊടുത്തതാണ്. അപ്പം സാബുമോൻ മുഖത്ത് നോക്കണോ, മുഖത്ത് നോക്കും, അനീഷേട്ടൻ മുഖത്ത് നോക്കി പറയുമെന്ന് പറഞ്ഞ്
അവിടെ ആ ഒരു സാധനമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു വൺ അടിയൊക്കെയാണ്. ആ അടി നടക്കുന്നതിന് കുറച്ച് മുന്നേ ദിവസമായിട്ട് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കിച്ചണിൽ ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നാവെടുത്തതിനുള്ളിലാണ് ഇപ്പോൾ ഈ ഒരു അടിയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇവരൊരു ടാസ്കിലേക്ക് പോവാണ്, അതായത് മണി ടാസ്ക്കാണ്. അപ്പം അത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഒരു ഫാനിൽ കുറേ ഗ്ലാസ് കെട്ടി തൂക്കിയിരുന്നു, ഇവിടുന്ന് ബോൾ എറിഞ്ഞിട്ട് അതിനകത്ത് വീഴുമ്പോൾ അത് എത്ര രൂപയാണോ അതങ്ങനെ പൈസ കിട്ടും. അതുപോലെ തന്നെയാണ് വേറൊരു ടാസ്ക് ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ട് ഈ ഒരു എപ്പിസോഡിൽ. ആ ഒരു ടാസ്ക് ഈ ഗ്ലാസ്സിനകത്തോട്ട് ബോൾ ഇടുക എന്നുള്ളതാണ്. ആ ബോൾ പിന്നെ അങ്ങനെ കുറച്ച് 50,000 40,000 രൂപയുടെ ടാസ്കിന് അപ്പോൾ ഓരോരുത്തർക്ക് 10 20 അങ്ങനെ കിട്ടിയിട്ടുണ്ട്, എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഏറ്റവും നല്ല രീതിക്ക് പല്ല് തേക്കുന്ന ഒരാൾക്ക് ഒരു അവാർഡുണ്ട്, അത് നമ്മുടെ സാബുമോനാണ് കേട്ടോ കിട്ടിയത്. അത് ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയൊരു സാധനമാണ്. അപ്പം അങ്ങനെ അവിടെ ആദിലയും നമ്മുടെ അനുമോളും അങ്ങനെയൊക്കെ തന്നെ അടിയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ടാസ്ക് കഴിഞ്ഞപ്പോൾ അനുമോൾ ഭയങ്കര ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര കരഞ്ഞു കൂവി അവിടെ ഇരിക്കുന്നുണ്ട്, ഭയങ്കര ആക്ഷൻസും കാര്യങ്ങളും ഒക്കെയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനുമോൾ ഒറ്റപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആദില പുറകെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അനുമോൾ മറ്റേ കാമുകിക്ക് അനുമോന്ന് എടാ എന്ന് പറഞ്ഞിട്ട് മാറി ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അപ്പം ഇങ്ങനെ പുറകെ നടക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട്, നീയൊക്കെ എൻ്റെ എന്ത് കണ്ടിട്ടാണ് വന്നതെന്നൊക്കെ എനിക്കറിയാം. ആക്ച്വലി അവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്ത് കണ്ടിട്ടാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഫെയിം കണ്ടിട്ട്. അത് നമ്മുടെ ആദിലേക്ക് നല്ല രീതിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് അവർ കരയുമ്പോൾ പോലും അവർ പറയുന്നത്, അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇത് ഫെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് മനസ്സിലായി അനുമോളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഫെയിം എന്ന വാക്ക് പറഞ്ഞില്ല, പക്ഷെ അനുമോളെ എൻ്റെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ പുറകെ വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരി അങ്ങ് വിഴുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആദില അത് നൂറയോട് പറഞ്ഞാണ് കരയുന്നത്. നമ്മളൊക്കെ അപ്പം എന്താണ്, നമ്മളൊക്കെ ഒന്നുമല്ല, അവളുടെ ഒരു ഫെയിം കണ്ടിട്ടാണ്. അപ്പം ഫെയിം എന്നവൾ പറഞ്ഞോ എന്നുള്ളത് നൂറ ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും തന്നെ അറിയാം, അക്ബറും നെവിനും എല്ലാവരും തന്നെ അതൊരു ഫെയിം അവളുടെ ഫെയിമിനെയാണ് അവൾ പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആദിലയ്ക്കും പൊട്ടുകയാണ്. അങ്ങനെ അവിടെ വീണ്ടും അടി പൊട്ടുകയാണ് ഗൈസ്. അപ്പം അത് പിന്നെ അനുമോൾ പറയുന്നുണ്ട്, നീയൊക്കെ ടോപ്പ് 5 വന്നതിൻ്റെ അഹങ്കാരമല്ലേ. ആക്ച്വലി വെറുതെ എന്തായാലും ആദില ടോപ്പ് 5 വന്നതല്ല, എന്തെങ്കിലും അതിലേക്ക് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ്, ഇത്രയും ആൾക്കാർ വോട്ട് ചെയ്തത് കൊണ്ടും ഒക്കെ ഗെയിം കളിച്ചിട്ടൊക്കെ തന്നെയാണ്. എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാതെ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും അതിന് അനുമോൾ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നീയൊക്കെ ടോപ്പ് 5 വന്ന അഹങ്കാരമല്ലേ. അപ്പം ഇവൾ ചെയ്യുന്നതൊക്കെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആക്ച്വലി ഞാൻ അനുമോളെ എതിർത്ത് സംസാരിക്കുക കാര്യമല്ല, അവിടെ കണ്ടന്റ് തരുന്നുണ്ട്, ടാസ്ക് ചെയ്യുന്നുണ്ട്, എല്ലാം നല്ല രീതിക്ക് തന്നെ അനുമോൾ ചെയ്യുന്നുണ്ട്. ഓരോ ടോപ്പിക്കിനെ കണ്ടന്റാക്കി മാറ്റുന്നത് ഒക്കെ ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ വാക്കുകൾ കുറച്ച് കൂടി പോയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. സോ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദിലയ്ക്കും അത് ഭയങ്കര ഇതാവുന്നതോടൊപ്പം രണ്ടുപേരും നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വഴക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഒരു എപ്പിസോഡിൽ. അത് കഴിഞ്ഞിട്ട് അനീഷ് മാത്രമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അനീഷ് വരുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ നെവിൻ പറയുന്നുണ്ട്, ഡിങ്കം വരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡിങ്കം വരുന്നുണ്ട്. കാരണം രാവിലെ തൊട്ട് അങ്ങനെയുള്ള സപ്പോർട്ടാണ്. അപ്പം നൂറ അനൗൺസ് ചെയ്യുകയാണ്, ഇനി കിച്ചൺ ടാസ്കിൽ കുക്കിംഗ് എന്ന് പറയുന്ന നെവിനും വെസൽ ക്ലീനിങ് എന്താണ് അനുമോളാണ്. അപ്പോൾ അടുത്തത് അപ്പം ആദില വന്നിട്ട് പറഞ്ഞു, നീ പോയി വെസൽ കഴുകുക, ഉച്ചക്കത്തെ കഴുകുക. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ എന്തായാലും ഉച്ചക്കത്തെ അക്ബർ കഴുകി വെച്ചിട്ടുണ്ട് എന്നാണ്. അവരായിരുന്നു വെസൽ ടീം. അപ്പോൾ അക്ബറൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്, ഞാൻ ഡിന്നറിന് മുതലേ ചെയ്യത്തുള്ളൂ. പക്ഷെ അതിന് ഞാൻ അനുമോളെ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം ഉച്ചവരെ അവിടെയുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും പോയിട്ട് വെസൽ കഴുകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ. അപ്പം അക്ബർ കഴുകട്ടെ എന്ന് പറയുമ്പോൾ അക്ബറൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ഭാഗം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്, ഇനി ബാക്കിയുള്ള ഭാഗമാണ് കഴുകാനുള്ളതെന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. അങ്ങനെ പിന്നെ പുള്ളിക്കാരി സ്വന്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുകയാണ്, ഞാൻ കിച്ചണിൽ കയറാത്തൊരു കൊച്ചായിരുന്നു, എൻ്റെ വീട്ടിൽ പോലും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ടിരുന്ന് കരയുന്ന ഒരു സാധനം നമുക്ക് കാണാൻ പറ്റും. അപ്പം പിന്നെയും ഒരു ടാസ്ക്കാണ് ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ കയറി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടി റിസ്യൂമായി. പിന്നെ അനുമോൾ പറയുന്നുണ്ട്, ഗ്രൂപ്പിൽ വേറെ ആരോ ആണ്, അതായത് പിന്നെ നമ്മളുടെ അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പം ഫുഡ് ബാക്കി വന്നല്ലോ, അതിൻ്റെ ഇഷ്യൂസ് വീണ്ടും വരികയാണ്, ചോറിൻ്റെ സാധനത്തിൻ്റെ ഇഷ്യൂ. അപ്പോൾ അക്ബർ പറയുമ്പോഴത്തേക്ക് അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനൊന്നും അല്ല, വേറെ ആരോ ഗ്രൂപ്പിൽ വേറെ ആരോ ആണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയാം. അപ്പം
പിന്നെ അപ്പം സാബുമോനോട് പോയിട്ട് അക്ബർ അവിടെ വേറൊരു കുത്തിത്തിരിപ്പ്. സാബുമോനോട് പോയിട്ട് അക്ബർ ചോദിക്കുകയാണ്, അനുമോള് പറഞ്ഞല്ലോ നീയാണ് ഫുഡ് മിച്ചം വരുത്തിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് സാബുമോൻ പറയുന്നുണ്ട്, സാബുമോൻ വന്ന് അനുമോളോട് ചോദിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, വേറെ ആരോ ചെയ്താന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം, ആ ഒരു സാധനമൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദിലയും നൂറയും അനുമോളും ഇപ്പം ഭയങ്കര പിണക്കത്തിലാണ് കേട്ടോ. അപ്പം അതിനകത്താണെങ്കിൽ അക്ബറിന് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അക്ബറും നെവിനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇവരിങ്ങനെ അടിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പം ഇവർ തമ്മിൽ അടി ഉണ്ടാകുമ്പോൾ പോലും ഈ അക്ബർ ഭയങ്കര സപ്പോർട്ട് ആർക്ക്, ആദിലയ്ക്കും നൂറയ്ക്കും. അങ്ങനെ അവരിങ്ങനെ സപ്പോർട്ടൊക്കെ കഴിഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അനീഷ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുള്ളിക്കാരി തന്നെ വന്ന ഒറ്റയ്ക്കിരിക്കൽ സ്ട്രാറ്റജിയാണ്. അപ്പോൾ അനീഷ് വരുന്നുണ്ട് കേട്ടോ. പതിയെ നമ്മുടെ അനീഷേട്ടൻ വരുന്നു നമ്മുടെ അനുമോളുടെ അടുത്തേക്ക്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അനുമോള് കുടുംബ പ്രേക്ഷകരെ പിടിച്ചു കുലുക്കാനുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുമോള് ഞാൻ ഒരിക്കലും അവളുമാരെ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഫീൽഡിൽ വന്നത്. ഞാൻ ഓട്ടോയ്ക്ക് പോയിട്ട് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ അച്ഛൻ വീട് വെച്ചിട്ടുണ്ട്, അച്ഛനാണെങ്കിൽ പണിക്ക് പോയി, ഞങ്ങൾ അങ്ങനെ ഫുഡില്ലാതെ ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് കുറേ കുടുംബ പ്രേക്ഷകരെ വളച്ചു ഞുറുക്കാനുള്ള കുറേ കാര്യം പുള്ളിക്കാരി പറയാണ്. എനിക്ക് ഈ വീക്കിലെ വ്യക്തിയായാൽ മതി, എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് മടുത്തു ഗൈസ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ആക്ച്വലി നമ്മളൊക്കെ പറയും അനുമോള് കരഞ്ഞുമാണ്, അനുമോൾക്കൊന്നും അറിയില്ല, അനുമോൾ ഇങ്ങനെ വരെ എത്തുമെന്ന് ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഓരോ പോയിന്റ്സും അതൊരു കണ്ടന്റ് ആക്കിയെടുക്കുന്നത് ഏറ്റവും എനിക്ക് ബ്രില്യൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയാമോ, ആ ബെഡിൽ വെള്ളം ഒഴിച്ച സാധനം. നോർമലി നമ്മളെന്താ ആ ബെഡ് മാറ്റി വേറൊരു ബെഡിട്ട് അവിടെ കിടന്നുറങ്ങും. പക്ഷെ പുള്ളിക്കാരി അവിടെ തന്നെ വേറെ സ്ഥലത്ത് പോയി കിടന്നുറങ്ങി അതൊരു കണ്ടന്റാക്കി. ഇപ്പോഴും നമ്മുടെ അനീഷിൻ്റെ അടുത്ത് എനിക്ക് എവിക്റ്റായാൽ മതി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് വന്നത്, ഞാൻ ഇത്ര വർഷമായി, ഇവരൊക്കെ കുട്ടികളാണ്, ഇവരൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയൊരു ഫെയിം ഇത് കേട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അനീഷേട്ടൻ അവിടെ നിൽക്കുന്നുമുണ്ട് കേട്ടോ. അതുപോലെ അത് പറയാൻ ഒരാൾ വേണമല്ലോ. അപ്പോൾ ആ ഒരു ആളായിട്ട് പുള്ളി അവിടെ ഇരുന്ന് കേട്ട് കൊടുക്കുന്നുണ്ട്. അനീഷിന് എന്താണ് ഒരു മാറ്റം അറിയില്ല ഗൈസ്. സോ എന്തായാലും അങ്ങനെ അവർ രണ്ടുപേരും കൂടെയുള്ള കോൺവെർസേഷൻ നടക്കുമ്പോൾ ആദിലയും നൂറയും അപ്പുറത്തിരുന്ന് അതിൽ നല്ല രീതിയിൽ തന്നെ അതിലും നൂറയും വിഷമിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു ഇതിൽ കാണുന്നത് അവർക്കൊരു ഒറ്റപ്പെട്ട നമ്മളൊക്കെ നമ്മളൊന്ന് ഫേമസ് അല്ലേ, അപ്പം നമ്മൾ ഫെയിം കൊണ്ടല്ലേ വന്നത് എന്നുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അവർ നല്ല വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ടാസ്ക് ഒക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് മണി ടാസ്ക്. ആ ടാസ്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെരി സിമ്പിൾ സാധനമാണ്. 25 മൊത്തം എത്രയാ 50,000 രൂപയുടെ ആയിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് 25,000 അങ്ങനെയൊക്കെ കിട്ടി. അത് ഞാൻ പറയുന്നില്ല ഗൈസ്. സോ അതിനുശേഷം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ കിച്ചൺ ടാസ്കൊക്കെ കിച്ചൺ പ്രശ്നങ്ങൾ കുറച്ചൊതുക്കി. ഈ ഗേൾസിൻ്റെ പ്രശ്നങ്ങളല്ല, അനുമോളുടെയോ ആദിലയുടെയും നൂറയും പ്രശ്നങ്ങളല്ല, ബാക്കി കിച്ചണിലുള്ള ആ ഒരു പ്രശ്നം അവർ ഒതുക്കി തന്നിട്ടുണ്ട്. സോ എന്തായാലും ഇതിൻ്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനിയിപ്പോൾ വേറെ ആരും വഴക്കുണ്ടാക്കാനും സംഭവമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ സീരീസ് എന്തായാലും തുടർന്ന് പോകുമെന്ന് വിചാരിക്കുന്നു. സോ ബാക്കി സീരീസിൻ്റെ അപ്ഡേറ്റുമായിട്ട് നാളെ വരാം. അതൊരിക്കും. ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.